നമസ്കാരം. മെഡി TV ന്യൂസിൻ്റെ മെഡി ഹെൽത്തിലേക്ക് സ്വാഗതം. ബൈപ്പാസ് സർജറി കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ അത് ശരിയല്ല. ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റൽ ഹൃദയ സംഗമം പരിപാടി സംഘടിപ്പിച്ചത്. ബൈപ്പാസ് കഴിച്ച് സുഖമായ രോഗികളുടെ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിയിൽ എത്തിയത്. ബൈപ്പാസ് കഴിഞ്ഞ പല രോഗികളും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. നമസ്കാരം, എൻ്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ ചുമട്ടുതൊഴിലാളിയാണ്. ചന്ദനത്തോപ്പിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്കിതിനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിന് വേദനയും ശ്വാസം മുട്ടും എല്ലാവരും അനുഭവപ്പെട്ട് ഡിസ്ട്രിക്റ്റിൽ ആഞ്ചിഗ്രാം ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞ് 4 ബ്ലോക്ക് ഉണ്ട്. അവിടുന്ന് തന്നെ എന്നെ ശ്രീത്ര ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്. ഞാൻ ശ്രീത്ര ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് അവരെനിക്ക് ഡേറ്റ് തന്നത് മെയ് മാസം 16-ാം തീയതി ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നതും ഈ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ എനിക്ക് കുൽദീപ് എന്നും പറയുന്ന നല്ല ഡോക്ടറുണ്ട്, അവിടെ സർജറികൾ ചെയ്യുന്നുണ്ടെന്നും പറയുന്നത്. ഞാൻ അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിന് വേണ്ടിയല്ല വന്നത്, ജസ്റ്റ് കുൽദീപ് എന്ന സാറിനെ കണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടി വന്നേ. അങ്ങനെ വന്ന് കുൽദീപ് സാറുമായിട്ട് സംസാരിക്കുകയും നവംബർ മാസം 28-ാം തീയതി എന്നെ ഇവിടെ സർജറി ചെയ്ത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ആവുകയും ഇപ്പം അതിൻ്റെ 98 ദിവസമായി എനിക്ക് സർജറി കഴിഞ്ഞിട്ട്. നമുക്ക് മുമ്പുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ച് സാറ് പറഞ്ഞ് ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുക, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബൈപ്പാസിലൂടെ രോഗം ഭേദമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഡോക്ടർമാർ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. സാധാരണ ഈ ആൻജിയോപ്ലാസ്റ്റി പറ്റാതെ വരുമ്പോഴാണ് ബൈപ്പാസ് സർജറി വേണ്ടി വരുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 30-40 വർഷമായിട്ട് സുഖമായി ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോൺഗ്രസ്സിലെ VM സുധീരൻ സാറ്, നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചു കാണും പത്രത്തിൽ. 1996 സുധീരൻ സാറിന് ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വന്നതാണ്. ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു. ഇന്നും നോക്ക്, 2024 28 വർഷത്തിന് ശേഷവും അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ മീറ്റിങ്ങുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട. ബൈപ്പാസ് സർജറി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഈ ബ്ലോക്കുകൾക്കൊരു പ്രധാന കാരണം നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനാണെന്നാണ് തോന്നുന്നത്. ഈ കൊളസ്ട്രോളിനേക്കാളെല്ലാം ഉപരി മാനസിക ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ BP ഉയരും, ബ്ലഡ് പ്രഷറും ഉയരും. ഈ BP എന്ന് പറയുന്നത് വെച്ചാൽ ഇത് നമ്മുടെ രക്തക്കുഴലാണെന്ന് വിചാരിക്കുക. ഈ രക്തക്കുഴലിൻ്റെ ഭിത്തിയിലുള്ള പ്രഷറാണ് ഈ BP എന്ന് പറയുന്നത്. ഈ പ്രഷർ നമ്മൾ വല്ല വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കഠിന പ്രയത്നങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഈ BP കൂടാം. ഈ BP കൂടുമ്പോൾ ഈ ഭിത്തിയിൽ ചില വിള്ളലുകൾ ഉണ്ടാകാം. ഈ വിള്ളലുകളിൽ നമ്മുടെ ഈ കൊളസ്ട്രോള്, പ്ലേറ്റ്ലെറ്റ്, കാൽസ്യം മുതലായവ അടഞ്ഞിട്ടാണ് ഈ ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. അത് കൂടിക്കൂടി വരും. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞവരോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവരോ BP നല്ലവണ്ണം നോക്കണം. മാനസിക പ്രയാസങ്ങൾ ലഘൂകരിച്ച് ഭക്ഷണക്രമങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞവർക്കും 30, 40, 50 വർഷമൊക്കെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും. SNDP ടെസ്റ്റ് ലാഭേച്ഛയില്ലാതെ കൊല്ലത്ത് നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ശങ്കേഴ്സ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ അതിനൂതനമായ കാത്ത് ലാബിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഏകദേശം 1000-ഓളം വിദഗ്ധ സർജറികളാണ് കഴിഞ്ഞ വർഷം മഞ്ഞ, പിങ്ക് നിറമുള്ള റേഷൻ കാർഡുള്ള രോഗികൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ അതേ നിരക്കിൽ ചെയ്തു കൊടുത്തത്. അതുപോലെ ഇവിടുത്തെ അതിനൂതന ഡയാലിസിസ് സൗകര്യം BPL രോഗികൾക്ക് തീർത്തും സൗജന്യമാണ്. ഇവിടുത്തെ ഹൈറിസ്ക് പ്രഗ്നൻസി സെൻറ്ററിൽ പ്രസവത്തിന് 15,000-വും സിസേറിയത്തിന് 25,000-വും മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ആൻജിയോപ്ലാസ്റ്റിക്കിന് 25,000-വും ബൈപ്പാസ് സർജറിക്ക് 75,000-വും മുട്ടുമാറ്റിവെക്കലിന് 50,000-വും മാത്രമാണ് ചെലവ് വരുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാന ചികിത്സകൾ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി, തലച്ചോറിൻ്റെ സർജറികൾ, മുട്ടുമാറ്റിവെക്കൽ, വയറിൻ്റെ കീഹോൾ സർജറികൾ, സിസേറിയൻ മുതലായവയാണ്. മഞ്ഞ, പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുകളുള്ള BPLകാർക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്ന ചിലവിലാണ് ഇവിടെ ചികിത്സകൾ നൽകുന്നത്.
ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് അറിവിൻ്റെ ഹൃദയവാതിലുകൾ തുറന്ന സംഗമം രാവിലെ 10 മണിക്ക് ആരംഭിച്ചു. വൈകുന്നേരം 6 മണിക്കാണ് അവസാനിച്ചത്.